തിരച്ചില് വൈകിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാര്. കെട്ടിടത്തില് ആളുകൾ ഉണ്ടാവാന് സാധ്യതയില്ലെന്നാണ് കരുതിയതെന്നും പകരം സംവിധാനം ഒരുക്കാതെ കെട്ടിടം അടച്ചിടാന് സാധിക്കില്ലായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. തിരച്ചില് വൈകിയതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. വാസവന് സാറുമായി ഞാനാണ് അവിടെ ആദ്യം എത്തുന്നത്. അവിടെ കൂടി നിന്നവരോട് അന്വേഷിച്ചതിനു ശേഷം ആരും അടിയില് പെട്ടിട്ടില്ലെന്നാണ് വിവരം ലഭിച്ചത്. 2013 തന്നെ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞു വീഴുന്നുവെന്ന പരാതിയുണ്ടായിരുന്നു. തുടർന്ന് PWD അതിനെക്കുറിച്ച് പല പഠനവും നടത്തുകയുണ്ടായി. 2016 ഞാന് സൂപ്രണ്ടായി ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് PWDയോട് ഇത് വിശദമായി പഠിക്കാൻ ആവശ്യപ്പെടുകയും അവരെ ഇത് പഠിച്ചതിനു ശേഷം രണ്ടാമത് ഉപയോഗമാക്കണോ ഇടിച്ചുകളയേണ്ടതാണോ എന്നതുമായി ബന്ധപ്പെട്ട് വിശദമായ പഠനം ആവശ്യമാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി 2 വിഭാഗക്കാരുടെ പഠനം നടത്തിയതിനു ശേഷവും കൃത്യമായ നിർദ്ദേശം കിട്ടിയില്ല. ആ കെട്ടിടത്തിനാകെ പ്രശ്നമുണ്ടെന്ന് കാലങ്ങളായിട്ട് അറിയുന്നതാണ്. പൂർണ്ണമായി അടച്ചിട്ട് എല്ലാ സേവനങ്ങളും നിർത്താതിരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. പകരം സംവിധാനമില്ലാതെ കെട്ടിടം പൂർണ്ണമായും അടച്ചിടുക സാധ്യമല്ലായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രി പോയിട്ട് MLA ആയി ഇരിക്കാന് പോലും അർഹതയില്ലെന്നും കൂടുതൽ പറയുന്നില്ല, പറയിപ്പിക്കരുതെന്നുമാണ് കുറിപ്പ്. പത്തനംതിട്ട ഇലന്തൂര് ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ ആണ് ആരോഗ്യമന്ത്രിക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയത്. SFI മുൻ ജില്ലാ പ്രസിഡന്റാണ് ജോൺസൺ PJ. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായതിന് മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് CPM പ്രവർത്തകരെയടക്കം പ്രകോപിപ്പിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. പാലക്കാട് മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിയായ 40-കാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. യുവതി പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട്. എറണാകുളം അങ്കമാലിയിൽ മാഞ്ഞാലിതോട് പുഴയിൽ വീണ കുഞ്ഞിനെയും പിതാവിനെയും സാഹസികമായി രക്ഷപ്പെടുത്തി യുവാവ്. അങ്കമാലി മങ്ങാട്ടുകര സ്വദേശിയായ അനന്തുവാണ് പിതാവിനെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി നാടിന്റെ ഹീറോ ആയത്. അന്യസംസ്ഥാനക്കാരായ പിതാവും 4 വയസ്സുള്ള ആൺകുട്ടിയുമാണ് പുഴയിൽ വീണ അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി ദേശീയപാതയിൽ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ അപകടം. ചാലക്കുടി മുരിങ്ങൂർ ദേശീയപാതയിലാണ് കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായത്. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട വെള്ളക്കെട്ടിലേക്കാണ് കാർ മറിഞ്ഞത്. സർവീസ് റോഡിന് സമീപമാണ് അപകടം. 2 യാത്രക്കാരുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബ് ലിവർപൂള് താഡിയോഗോ ജോട്ട കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. സ്പാനിഷ് മാധ്യമമായ മാഴ്സയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്പെയിനിലെ സമോറയിൽ വെച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. ലോകവ്യാപക വേരുകളുള്ള ലഹരി ശൃംഖലയുടെ കണ്ണികളായ മലയാളി ദമ്പതികള് നാർക്കോട്ടിക് കൺട്രോള് ബ്യൂറോയുടെ പിടിയില്. ഓസ്ട്രേലിയയിലേക്ക് ലഹരി കടത്തിയ കേസില് ഇടുക്കി പഞ്ചാലിമേട് സർനസെറ്റ് വാലി റിസോർട്ട് ഉടമ ഡിയോള്, ഭാര്യ അഞ്ജു എന്നിവരാണ് അറസ്റ്റിലായത്. കെറ്റമെലോണ് ലഹരി ശൃംഖല ഉടമ എഡിസന് ബാബുവുമായി ചേർന്നായിരുന്നു സഹപാഠി കൂടിയായ ഡിയോളിന്റെ ലഹരി ഇടപാടുകൾ. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യാവസ്ഥ മാറ്റമില്ലാതെ തുടരുമെന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ. VS മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. തുടർച്ചയായ ഡയാലിസിസ് നടത്താനാണ് മെഡിക്കൽ ബോർഡ് നിർദ്ദേശം. കേരള സർവകലാശാലയിൽ അസാധാരണ നടപടിയുമായി വൈസ് ചാൻസലർ. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് VC. പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് VC രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. VC ഡോക്ടർ മോഹൻ കുന്നുമ്മലാണ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. പകരം ചുമതല ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിന് നൽകും. KS അനിൽകുമാർ ചാൻസലർ കൂടിയായ ഗവർണർ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കിയതായി അറിയിപ്പ് നൽകിയതിനാണ് നടപടിയെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. വേദിയിൽ ഉപയോഗിച്ച മതചിഹ്നം ഏതാണെന്ന് വ്യക്തമല്ലെന്നും സസ്പെൻഷൻ ഉത്തരവിൽ വിചിത്രവാദം. മറയൂരിൽ നിന്ന് ചന്ദനം മോഷ്ടിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടയും സഹായിയും പിടിയിൽ. അമ്മയ്ക്കൊരു മകൻ സോജു എന്നറിയപ്പെടുന്ന ഗുണ്ട തിരുവനന്തപുരം സ്വദേശി അജിത്തും മറയൂർ സ്വദേശി മഹേഷുമാണ് പിടിയിലായത്. കൊലപാതകം ഉൾപ്പെടെ 26 കേസുകളിൽ പ്രതിയായ അജിത്ത് പൂജപ്പുര സെൻട്രൽ ജയിൽ വെച്ചാണ് കൊലപാതക കേസിൽ പ്രതിയായ മഹേഷിനെ പരിചയപ്പെടുന്നത്. പിന്നീട് മഹേഷ് മുഖേന മറയൂരിൽ നിന്ന് ചന്ദനം കടത്താൻ പദ്ധതിയിടുകയായിരുന്നു.
തമിഴ്നാട്ടിലെ വീണ്ടും സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ. തിരുവള്ളൂരിലെ 24-കാരിയായ ലോകേശ്വരിയാണ് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ വിവാഹം. 1 പവന് സ്വർണത്തിന്റെ പേരിലാണ് ലോകേശ്വരിയെ ഭർത്താവിന്റെ കുടുംബം പീഡിപ്പിച്ചിരുന്നതെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. ലോകേശ്വരിയുടെ വരൻ പനീർ ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനാണ്. 10 പവന് സ്വർണമാണ് പനീറിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. എന്നാൽ 5 പവന് നൽകാമെന്ന് യുവതിയുടെ കുടുംബം പറഞ്ഞപ്പോൾ അംഗീകരിച്ചു. പക്ഷേ ലോകേശ്വരിയുടെ കുടുംബത്തിന് 4 പവന് സ്വർണമാണ് നൽകാൻ കഴിഞ്ഞത്. 1 ബൈക്കും ഇവര് സ്ത്രീധനമായി നൽകിയിരുന്നു. എന്നാൽ 1 പവന് സ്വർണവും എസിയും നൽകണമെന്നാവശ്യപ്പെട്ട് ഭർത്താവിന്റെ കുടുംബം യുവതിയെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ അമ്മയും സഹോദരന്റെ ഭാര്യയും ചേർന്ന് വീട്ടുജോലികൾ മുഴുവനും യുവതിയെ കൊണ്ട് ചെയ്യിപ്പിച്ചുവെന്നും സോഫയിൽ ഇരിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും ആരോപിക്കുന്നു. മൂത്ത മരുമകൾക്ക് 12 പവന് സ്വർണം ലഭിച്ചിരുന്നുവെന്ന് പറഞ്ഞും ലോകേശ്വരിയെ സമ്മർദ്ദത്തിലാക്കി. കഴിഞ്ഞ ദിവസം യുവതി സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ ശുചിമുറിയിൽ വെച്ച് തൂങ്ങിമരിക്കുകയായിരുന്നു. കുളിക്കാനായി പോയ ലോകേശ്വരി ഏറെ നേരം കഴിഞ്ഞും തിരിച്ചുവരാതായതോടെ ചെന്ന് നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവന് രക്ഷിക്കാനായില്ല. തിരുപ്പൂരിൽ കഴിഞ്ഞ ഞായറാഴ്ച സ്ത്രീധന പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആത്മഹത്യ. കെ സുധീറിനെ തൃണമൂല് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് സംസ്ഥാന കോഓർഡിനേറ്റർ PV അൻവർ വ്യക്തമാക്കി. തൃണമൂല് കോൺഗ്രസ് തൃശൂർ ജില്ലാ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ ചേലക്കരയിൽ മത്സരിച്ചിരുന്നു. വെട്രിമാരന്റെ സംവിധാനത്തിൽ ധനുഷ് നായകനായി 2018 പുറത്തിറങ്ങിയ വടചെന്നൈ എന്ന ചിത്രത്തിന്റെ യൂണിവേഴ്സിലുള്ള പുതിയ ചിത്രത്തിൽ ചിമ്പു നായകനാകും. ഇപ്പോൾ ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ആദ്യ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ധനുഷ് NOC സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ധനുഷ് നിർമ്മിച്ച നാനും റൌഡി താൻ എന്ന ചിത്രത്തിലെ ഫുട്ടേജുകൾ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചു എന്ന പേരിൽ നടൻ നയൻതാരയ്ക്കെതിരെ നിയമ നടപടിയെടുത്തത് വൻ വാർത്തയായിരുന്നു. അപ്പോഴാണ് വർഷങ്ങളായി പരസ്പര വൈരികളെന്ന് അറിയപ്പെടുന്ന ധനുഷും ചിമ്പുവും മത്സരബുദ്ധിയില്ലാതെ സഹകരിച്ചു പോകുന്നുവെന്ന വാർത്ത ആരാധകരിലെത്തുന്നത്. വർഷങ്ങളായി ആരാധകര് ചാർത്തി നൽകിയ ക്യാപ്റ്റന് കൂള് എന്ന വിളിപ്പേരിന് ട്രേഡ്മാർക്ക് സ്വന്തമാക്കാനൊരുങ്ങി മഹേന്ദ്ര സിംഗ് ധോണി. കായിക പരിശീലനം, കോച്ചിംഗ് സേവനങ്ങള്, പരിശീലന കേന്ദ്രങ്ങള് എന്നിവയ്ക്കായി ക്യാപ്റ്റന് കൂള് എന്ന വിളിപ്പേര് എക്സ്ക്ലൂസീവായി ഉപയോഗിക്കുകയാണ് ധോണിയുടെ ആഗ്രഹമെന്നാണ് വിവരം. ട്രേഡ്മാർക്ക് രജിസ്ട്രി അപേക്ഷ സ്വീകരിക്കുകയും നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്.